തിയേറ്റർ റിലീസിന് ശേഷം ആൾക്കാർ ഏറ്റെടുത്ത് നല്ല റിവ്യൂസും നല്ല റേറ്റിംഗും കിട്ടിയ സിനിമ. മലയാള സിനിമയിലെ OG ആക്ടേഴ്സിന്റെ ഒരു കളക്ഷൻ, അതും പുതിയൊരു സെറ്റപ്പില് ധീരനായിട്ട് നമ്മുടെ മുന്നിലേക്ക്. അവൻ ആരാ തനിക്കറിയോ? ധീരനക്ക് ധീരൻ. ധീരൻ ഈസ് നൗ സ്ട്രീമിംഗ് ഓൺ സൺ നെക്സ്റ്റ്. അപ്പൊ തിയേറ്ററിൽ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും സൺ നെക്സ്റ്റ് കാണാം. ഇനി കണ്ടവരാണെങ്കിൽ ഒന്നും കൂടി കണ്ടോളൂ. അപ്പൊ കൂടുതൽ വിശേഷങ്ങൾക്കായിട്ട് നമ്മുടെ കൂടെ ഇന്ന് ചേരുന്നു രാജേഷ് മാധവൻ ആൻഡ് അശ്വതി മനോഹരൻ. സോ വെൽക്കം ബോത്ത് ഓഫ് യു. താങ്ക് യു. ചേട്ടൻ ഒരു കോമഡി തീമിലുള്ള റോൾസ് ആണ് നമ്മൾ കൂടുതലും കണ്ടിരിക്കുന്നത്. അപ്പൊ ഒരു കോമഡിയിൽ നിന്ന് ഈ ഒരു എൽദോസിലേക്കുള്ള ഒരു ഷിഫ്റ്റ് അതെങ്ങനെയായിരുന്നു? എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യുമോ? നമ്മള് കോമഡി ആദ്യം ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ആൾക്കാർ കോമഡി ടൈമിംഗ് ഒക്കെ ഉണ്ട്, വർക്ക് ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സാധാരണ കോമഡി റോൾസ് ആണ് കൂടുതൽ കിട്ടുക. അപ്പോൾ ഇവർക്കെന്തോ ഇങ്ങനെ ഒരു പരീക്ഷണം നടത്തണമെന്ന് തോന്നി. അതിന്റെ ഭാഗമായി പരീക്ഷണത്തിന്റെ അങ്ങനെയാണ് എൽദോസ്. പിന്നെ നമുക്ക് അങ്ങനെ പല കോമഡി അല്ലാതെയും എല്ലാം ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനുള്ളൊരു അവസരം കിട്ടിയത്, കോമഡി തീരെ ഇല്ലാതെ ഒരു റോള് അവസരം കിട്ടിയത് ധീരല്ല. അതുപോലെ തന്നെ രണ്ടുപേരോടുള്ള ക്വസ്റ്റ്യൻ ആണ്, നമ്മുടെ OG സ്റ്റാർസ് ആയിട്ടുള്ള സുധീഷ് ചേട്ടനും അതുപോലെ തന്നെ ഒരുപാട് ആക്ടേഴ്സിന്റെ ഒപ്പമാണ് നിങ്ങൾ അഭിനയിച്ച ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? നല്ല രസമായിരുന്നു. നമ്മള് ചെറുപ്പത്തില് അവരെയൊക്കെ ടിവിയിൽ കണ്ടാണല്ലോ. അപ്പം സെറ്റില് കാണുമ്പോ ആദ്യം തോന്നും അയ്യോ ഇത് ആണല്ലോ എന്ന് ഇങ്ങനെ തോന്നും. അപ്പൊ ഭയങ്കര രസമായിരുന്നു. അവര് ഭയങ്കര ലൈവായിട്ടാണ് സെറ്റിൽ നിൽക്കുന്നത്. ഒത്തിരി തമാശകൾ പറയും, കളിയാക്കും. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുമായിരുന്നു. പിന്നെ ചില ദിവസം ഞാൻ ആലോചിക്കും, ഇപ്പോൾ ഹോട്ടലിൽ ഡോറ് തുറക്കുമ്പോൾ ഞാൻ കാണുന്നത് അശോകൻ ചേട്ടനെ. അപ്പൊ എനിക്കിങ്ങനെ ചില സമയത്ത് അത് എന്തായാലേ ലൈഫ് എന്തായാലേ അങ്ങനെയൊക്കെ തോന്നും. അങ്ങനെ പെർഫോം ചെയ്യും. ഇപ്പം നമ്മൾ സ്ക്രിപ്റ്റിൽ ഒരു സീൻ വായിച്ചിട്ട് പിന്നെ അവരത് പെർഫോം ചെയ്യുന്ന കാണുമ്പോൾ ചിലപ്പോൾ നമ്മൾ വിഷ്വലൈസ് ചെയ്ത രീതിയിലേ ആയിരിക്കില്ല. അത് ഭയങ്കര രസമാണ്. പിന്നെ ഇവരുടെ കൂടെ ഭയങ്കര രസമാണ്. നല്ല ആക്ടേഴ്സും വർക്ക് ചെയ്യാൻ ഭയങ്കര പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരും കൂടിയാണ്. ഭയങ്കര രസകരമായിരുന്നു. ഒന്നാമത് അവര് ഫുൾ ടൈം പാട്ടും പാടി കോമഡികളും പറഞ്ഞുകൊണ്ടിരിക്കും. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പണി കൊടുത്തും വർത്താനം പറഞ്ഞത്. മനോജ് ഏട്ടനും ജഗദീഷ് ഏട്ടനും അശോക് ഏട്ടനും ഒക്കെ ഉള്ള ടീം ഭയങ്കര അടിപൊളിയാണ്. അവരിൽ നിന്ന് എന്തൊരു ഇതാണ് നിങ്ങൾക്ക് ടേക്കപ്പ് ചെയ്യാൻ പറ്റിയത്? എനിക്കൊന്നും ആ സമയത്ത് ആക്ടേഴ്സ് ഭയങ്കര പ്രൊഫഷണലാണ്. അവർക്ക് ടൈം ഭയങ്കര കൃത്യനിഷ്ഠയുണ്ട്. അവർ സെറ്റിൽ ആദ്യം എത്തും. ഷൂട്ട് ഓവർനൈറ്റ് ആണെങ്കിലും അവർ ഭയങ്കര, നമ്മളാണെങ്കിൽ ഒക്കെ ഇടയ്ക്ക് ഒരു വേണമെങ്കിൽ ഒന്ന് നാപ്പ് എടുക്കാന്നൊക്കെ വിചാരിക്കും. അങ്ങനെയൊന്നും ഇല്ല. അവർ ഉറങ്ങാതെ തമാശ പറഞ്ഞ് അവർ ആക്റ്റീവായിട്ട് തന്നെ നിൽക്കും ഈ പ്രായത്തിലും. അതൊരു ഭയങ്കര പ്രൊഫഷണലാണ്. ആ ടൈമൊക്കെ രാവിലെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ടൈമിന് അവരെത്തും. പിന്നെ നമുക്കൊന്നും വൈകാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. അതെ. ഇപ്പൊ അവരുടെ കൂടെ കാറിലാണ് നമ്മുടെ പിക്കപ്പ് എങ്കിൽ എനിക്ക് ടെൻഷനാണ്. അപ്പൊ രാജേഷ് മാധവൻ എന്നൊരു വ്യക്തി എപ്പോഴെങ്കിലും ഇതുപോലെ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട്, രാജേഷ് മാധവൻ നായകനാകുന്ന ഒരു സിനിമ? ഇല്ല, ആക്ച്വലി ഞാൻ എന്നെ നായകനായിട്ട് അങ്ങനെ കണ്ടിട്ടേ ഇല്ല. ഞാൻ ആക്സിഡന്റൽ ആക്ടറാണ് തുടങ്ങുമ്പോൾ. പിന്നെ ഞാൻ കാര്യമായിട്ട് അഭിനയിക്കണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ട് കുറച്ച് നടന്നിരുന്നു. എന്തെങ്കിലും നല്ല റോളുകളൊക്കെ കിട്ടണം, ഇപ്പോഴും അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നായകൻ എന്നുള്ള രീതിയിൽ ഞാൻ എന്നെ വില്ലനായിട്ടൊക്കെ കണ്ടിട്ടുണ്ട്. എനിക്ക് വില്ലനായിട്ട് ചെയ്യണം എന്നൊക്കെയുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നായകനായിട്ട് ഞാനങ്ങനെ വിചാരിച്ചില്ല. അപ്പൊ നമ്മൾ ആദ്യമേ തുടങ്ങുമ്പോൾ തന്നെ ഒരു നായകനാവാനുള്ള രീതിയൊന്നും അല്ല നമുക്ക് എന്നുള്ളത് ഉള്ളിൽ കിടക്കുന്നുണ്ടായിരിക്കാം. അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. സോ അശ്വതി ചേച്ചി പറയുകയാണെങ്കിൽ ഒരു ആക്ടറാണ്, ഡാൻസറാണ്, ഒപ്പം തന്നെ യോഗ മെന്ററും കൂടിയാണ്. അപ്പോ ഇതിൽ ഏതെങ്കിലും ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്യാൻ പറഞ്ഞാൽ ഏതായിരിക്കും ചൂസ് ചെയ്യുന്നത്? അത് ചൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം അല്ലല്ലോ, ഒരെണ്ണേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഏതായിരിക്കും? അങ്ങനെയില്ല. സോ ബേസിക്കലി എനിക്ക് ഏറ്റവും ഇഷ്ടം ഒരു പെർഫോമിംഗ് ആർട്ടിസ്റ്റ് ആയിട്ട് ജീവിക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പൊ അത് ഡാൻസ് ചെയ്യുമ്പോൾ ഞാൻ അത് എൻജോയ് ചെയ്യും, അഭിനയിക്കുമ്പോൾ ഞാൻ അത് എൻജോയ് ചെയ്യും. അത് സ്റ്റേജ് ആണെങ്കിലും സ്ക്രീൻ ആണെങ്കിലും. പിന്നെ എനിക്ക് യോഗ പഠിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ആൾക്കാരെ പഠിപ്പിക്കാൻ ഇഷ്ടം. അപ്പൊ ഇതെല്ലാം എന്താ, ഇറ്റ്സ് ഓൾ പാർട്സ് ഓഫ് മീ എന്ന് പറയാം. ഇനിയും കുറെ കാര്യങ്ങൾ ചെയ്യണം ആഗ്രഹിക്കുന്ന ഒരാളാണ്. അങ്ങനെ ഞാൻ എന്നെ ഇങ്ങനെ പിടിച്ചു നിർത്തണം, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പട്ടം പോലെ ഇങ്ങനെ പോകും. ഏതെങ്കിലും ഒരു സ്പെസിഫിക് ക്യാരക്ടർ അല്ലെങ്കിൽ ഇന്ന നടന്റെ ഒപ്പം അഭിനയിക്കണം എന്നൊക്കെ ഭയങ്കര ഡ്രീം ഉണ്ടോ? മാനിഫെസ്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും? കഴിഞ്ഞല്ലോ. അതെ, സത്യമാണത്. ശരിക്കും എനിക്ക് ആക്ച്വലി രാജേഷ് ചേട്ടനോട് അഭിനയിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ രാജേഷ് ചേട്ടന്റെ വേറെ ഇന്റർവ്യൂസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, രാജേഷ് ചേട്ടന്റെ ക്യാരക്ടേഴ്സ് എല്ലാം ഞാൻ ഭയങ്കരമായിട്ട് വാച്ച് ചെയ്ത് ഇവൻ എപ്പോഴും മെസ്സേജ് അയക്കുമായിരുന്നു, എനിക്കിത് ഇഷ്ടമായി അത് ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ തൊട്ടേ എനിക്ക്
രാജേഷ് ചേട്ടനോട് അഭിനയിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഭയങ്കര ക്രാഫ്റ്റ് ഉള്ള ഒരു നടനാണെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. എനിക്ക് രാജേഷ് ചേട്ടനോട് കുറച്ച് കുശുമ്പുണ്ട്. എനിക്ക് രാജേഷ് ചേട്ടൻ ചെയ്ത ടൈപ്പ് ക്യാരക്ടേഴ്സും ചെയ്യണമെന്നുണ്ട്. കാരണം ഓരോ പടത്തിലും ഓരോ ലുക്കാ. ഞാൻ ചത്തിട്ട് ശരിക്കും പറ നീ ആരോടും അങ്ങനെ അയ്യോ അങ്ങനെ എനിക്ക് പെട്ടെന്ന് ചോദിക്കുമ്പോ മനസ്സിൽ അങ്ങനെ വരുന്നില്ല. പക്ഷെ എനിക്ക് ബേസിക്കലി എനിക്ക് ഒത്തിരി കോമഡി റോൾസ് ചെയ്യണം. എന്റെ മെയിൻ റോൾ മോഡൽ എന്ന് പറഞ്ഞാല് ഉർവശി ചേച്ചി, കൽപ്പന ചേച്ചി, ഫിലോമിന, സുകുമാരി ചേച്ചി അവരൊക്കെയാണ്. അപ്പൊ അങ്ങനത്തെ റോൾസ് ഒക്കെ ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം. ഞാൻ വിശ്വസിക്കുന്ന ഞാനൊരു അമ്മൂമ്മയാകുമ്പോ എനിക്ക് ഭയങ്കര അടിപൊളി റോൾസ് കിട്ടുമെന്ന്. പക്ഷെ അതിന് മുന്നേ കിട്ടണം. രാജേഷേട്ടൻ്റെ എൻ്റെ ഒരു ഫേവറേറ്റ് മൂവിയിലൊരു ഇതെന്ന് പറഞ്ഞാല് സുരേഷ് ചേട്ടനില്ലേ, ആ സംഭവമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഇതാണ്. അപ്പോ അതിൽ നിന്ന് ഇതിലേക്കുള്ള ഒരു ഇതെങ്ങനെയായിരുന്നു? നമ്മള് സിനിമ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ എന്നത്തെ കേസോട്ടിൽ ഞാൻ വർക്ക് ചെയ്തതും കൂടിയാണ്. അപ്പൊ എനിക്ക് ഞാൻ എന്റെ കാസ്റ്റിംഗ് ഡയറക്ടർ ആയിരുന്നു. അപ്പൊ അവസാനമാണ് ആ റോള് എന്നെ ഞാൻ കാസ്റ്റ് ചെയ്തിട്ടില്ല, എന്നെ അവസാനം പിന്നെ രതീഷ് ചേട്ടനെ കൂടി ഈ റോളിലേക്ക് എന്നെ കാസ്റ്റ് ചെയ്തു. അങ്ങനെ അത് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ഥലമായിരുന്നു. അതാണ് എനിക്ക് തോന്നുന്നത് എന്നെ കുറച്ചും കൂടി പോപ്പുലർ ആക്കിയ സിനിമ. ആൾക്കാർക്ക് എന്നെ അറിയുന്നത് ഇപ്പോഴും കണ്ടു കഴിഞ്ഞാൽ സുരേഷ് ഏട്ടൻ എന്നൊക്കെയാണ് ആൾക്കാർ വിളിക്കുക. ഏറ്റവും കൂടുതൽ അറിയുന്നത് സുമേഷ് ഏട്ടൻ എന്നാണ് ആൾക്കാർ കൂടുതൽ വിളിക്കുന്നത്. എന്താണെന്ന് അറിയില്ല, എല്ലാവരും സുമേഷ് ആയതുകൊണ്ടായിരിക്കും. ആ ശരിയാ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഒരു കോമഡി എന്നുള്ളൊരു ആക്ടർ എന്നുള്ള രീതിയിൽ കുഴപ്പമില്ല എന്നുള്ളത് അറിയപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം ആണ് ഇങ്ങനെ കോമഡി അല്ലാതെ എന്തെങ്കിലും ചെയ്യണമെന്ന് നമുക്ക് തോന്നുന്നത്. അതിനുശേഷമാണ് മരണമാസം ധീരനും ഒക്കെ അതിന്റെ ഭാഗമായിട്ടാണ് വരുന്നതെന്നാണ് വിചാരിക്കുന്നത്. ധീരൻ എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. കാരണം ഇതുവരെ ഞാൻ ക്വർക്കിനസും ഇല്ലാതെ കോമഡി ഇല്ലാതെ ഒരു റോള് ചെയ്തിട്ടില്ല. ആദ്യത്തെ ആണ് ഫണ്ണില്ലാത്ത റോള് ചെയ്യുന്നത്. പിന്നെ പ്ലേ ചെയ്യാനും ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം നമ്മൾ പനിച്ചയം ദേവദത്തിന്റെ നാട്ടിലാണ് ഷൂട്ട് ചെയ്ത്. അപ്പൊ നമുക്കത് ദേവദത്ത് അത് പറഞ്ഞു തരുമ്പോ തന്നെ ഇവിടെ എങ്ങാനും കണ്ട് കഴിഞ്ഞ ഒരാളെയൊക്കെ പോലത്തെ ഒരാളാണ് എന്ന് നമുക്ക് തോന്നും. പിന്നെ ആ നാട്ടുകാരുടെ കൂടെയൊക്കെയാണ് കുറച്ചു കാലം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് എൽദോസ് എന്ന് പറയുന്നത് ഭയങ്കര പ്രിയപ്പെട്ട ഒരു ക്യാരക്ടറാണ്. ശരിക്കും റിയൽ ലൈഫിൽ ഒരു ധീരനാണോ? കുറെ ധീരതകൾ ഞാൻ കാണിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഫണ്ണി ആയിട്ടുള്ള എന്തെങ്കിലും മൊമെന്റ്സ് ലൈഫിൽ നടന്നത്? ഇത് കാണിച്ചതെന്ന് ഞാൻ എന്തോ ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ അശ്വതി ചേച്ചി ആണെങ്കിൽ തന്നെ ഇതൊരു വ്യത്യസ്ത തരത്തിലുള്ള ഒരു ക്യാരക്ടറാണ്. അതായത് അപ്ഡേറ്റഡ് നായിക, അതായത് സാധാരണ ഒരു ട്രഡീഷണൽ ഗേൾ അഭിനയിക്കുമ്പോൾ ഒരു നാടൻ ലുക്കിലുള്ള ഒരു ക്യാരക്ടർ അല്ല, കുറച്ച് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു നാടൻ ഗേൾ ആണ്. അപ്പൊ ആ റോള് ചെയ്യുമ്പോൾ എന്തൊക്കെയായിരുന്നു ഒരിത്? പഴയ റോൾസ് ഒക്കെ റെഫർ ചെയ്തോ അതോ എന്തായിരുന്നു ഈ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ ഒരു എക്സ്പീരിയൻസ്? ഫസ്റ്റ് ഓഫ് ഓൾ ദേവദത്ത് ഭയങ്കര ക്ലിയർ ആയിരുന്നു ഈ ക്യാരക്ടർ. അത് എല്ലാ ക്യാരക്ടേഴ്സിനെ പറ്റി ദേവദത്തിന് ഭയങ്കര ക്ലാരിറ്റി ഉണ്ട്. അപ്പം സുരമ്യ എന്ന് പറഞ്ഞ ഒരു നാട്ടുംപുറത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ വളരെ പ്രോഗ്രസീവ് ചിന്താഗതി ഉള്ള ഒരു വ്യക്തിയാണ്. പുള്ളിക്കാരിക്ക് നാട്ടിലുള്ള ആൾക്കാര് ആയിട്ട് പുള്ളിക്കാരിക്ക് ഐഡിയോളജിക്കലി ഒത്തുചേരാൻ പറ്റുന്നില്ല. അങ്ങനെ പുള്ളിക്കാരി അവിടെ ജനിച്ചുകൊണ്ട് അവിടെ ജീവിച്ചു പോകുന്നു എന്ന് പറഞ്ഞ ഒരാളാണ്. അപ്പം അത് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഓക്കെ ഇത് ഇങ്ങനെയാണ് ലൈക്ക് പ്ലേ ചെയ്യണ്ടേ എന്നുള്ളൊരിത്. പിന്നെ ഇപ്പൊ അല്ലെങ്കിലും ഇപ്പൊ ഞാൻ വിശ്വസിക്കുന്നില്ല ഇപ്പൊ മോഡേൺ ഡ്രസ്സ് ഇട്ടുകൊണ്ട് നമ്മൾ മോഡേൺ ആവുമോ, അങ്ങനെയല്ലല്ലോ. ഇപ്പൊ നമ്മൾ പല ആൾക്കാരെയും കാണും, ഇപ്പം ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും ഭയങ്കര അവരെ കണ്ടാൽ ഭയങ്കര മോഡേൺ ലുക്ക് ആയിരിക്കും. പക്ഷെ ചിലപ്പോൾ അവരുടെ ചിന്താഗതി വളരെ പുറകോട്ടാകാം. അപ്പൊ അത് തമ്മിൽ ഒരു കണക്ഷനെ ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ OG ആക്ടേഴ്സിനൊപ്പം അഭിനയിച്ചില്ല, അപ്പൊ അവരേക്ക് ഒരു ഒറ്റ വേർഡിൽ പറയുകയാണെങ്കിൽ ഇപ്പൊ സുധീഷ് ചേട്ടന് ഒറ്റ വേർഡിൽ എന്ത് പറയും? ഓക്കെ. അതുപോലെ തന്നെ അശോകേട്ടൻ എന്ത് പറയും? ബെസ്റ്റ് സ്റ്റുഡന്റ്. ബെസ്റ്റ് സ്റ്റുഡന്റ് ആയിരിക്കും. വിനീതേട്ടനെ അപ്പൊ എന്ത് പറയാം? വിനീതേട്ടനെ ഞാൻ കണ്ടിട്ടേ ഇല്ല സെറ്റില്, പ്രൊമോഷനിലെ ഭയങ്കര ഗ്രേസ് ആണ്. പുള്ളി എപ്പോഴും യങ് ആൾക്കാരുടെ അടുത്തുനിന്ന് പഠിക്കാനും അപ്ഡേറ്റഡ് ആയിട്ടിരിക്കാനും എല്ലാം ഭയങ്കര ക്യൂരിയസ്. ഐ തിങ്ക് ക്യൂരിയസ് ആണ്. മനോജ് ചേട്ടൻ തഗ്ഗാണ്. അതെ അതെ, സ്റ്റൈൽ ഇടയ്ക്ക് ഇങ്ങനെ ദൂരെയൊക്കെ മാറിയെന്ന് ഇവിടെ ഒരു അവസരമുണ്ട്, അവിടെ പോയിട്ട് തగ్గടിച്ചേക്കാം. ജഗദീഷേട്ടനും അശോകേട്ടനും തമ്മിൽ എപ്പോഴും മറ്റേ ഓരോ പണികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തോണ്ടിരിക്കും, ഈ കൗണ്ടർ അടിക്കും. ഇപ്പൊ മനോജേട്ടൻ അതിന്റെ ഇടയിൽ പോയിട്ട് മറ്റേ ഇറുതിയിൽ എണ്ണാന്നാണ് ഞങ്ങൾ വിളിച്ചോണ്ടായിരുന്നത്. പക്ഷെ ഭയങ്കര രസമാണ് അവരുടെ ഈ ഗെയിം കാണാൻ. നമ്മളെക്കാളും പിള്ളേരാണ് അവര്. ഞങ്ങൾക്ക് ആ പ്രായത്തിന്റെ ഒന്നും പിടിച്ചു വെക്കാനാണ് പറ്റാത്തത്. ജഗദീഷ് ചേട്ടൻ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഇത്രയും റോൾസും കോമഡിയും സീരിയസ് ഒക്കെ ചെയ്ത ഒരാളാണ്. സോ ആളുടെ കൂടെയുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഭയങ്കര
ഗംഭീര ആക്ടറാണ് ജഗദീഷ് ചേട്ടൻ. ഭയങ്കര സിൻസിയർ ആയിട്ടാണ് ഓരോ കാര്യത്തിലും ഇടപെടുന്നത്. ഞങ്ങളൊരു പുതിയ ആള് എന്നുള്ള രീതിയിൽ ജഗദീഷ് ചേട്ടൻ പോലത്തെ സീനിയർ ആക്ടേഴ്സിന്റെ കൂടെയൊക്കെ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ആദ്യം പുള്ളിയുടെ കൂടെയാണ് കോമ്പിനേഷൻ ഉണ്ടായിരുന്നു ഫസ്റ്റ് സീൻ. പെട്ടെന്ന് പോയാൽ തന്നെ മറ്റേ ഒരു അടുപ്പം തോന്നും. ഭയങ്കര ആക്സെപ്റ്റൻസ് ഉള്ള ആളാണ് ജഗദീഷ് ചേട്ടൻ. ജഗദീഷ് ചേട്ടൻ ഒറ്റ വേർഡിൽ എന്താ പറയും? പുള്ളി ഒരു ഭീകരനാണ് പുള്ളി. അതെ അതെ ഭീകരൻ. ഭയങ്കര എനർജിയാണ് ഭയങ്കര എനർജറ്റിക്. നമ്മളും എനർജിയോ അപ്പൊ? ഓ അത് ആ സെറ്റില് ഒരു ദിവസം വെറുതെ ഇരിക്കത്തില്ല ഒരു ദിവസം വെറുതെ ഇരിക്കില്ല. വെറുതെ ഇരിക്കില്ല. ഇല്ല. ഇപ്പൊ ഇന്നൊരു നമുക്ക് ഷൂട്ടില്ലേ, പുള്ളി വേറെ പടത്തിന്റെ ഷൂട്ടിൽ അങ്ങനെ. പുള്ളി ഇപ്പൊ ഇന്ന് വൈകുന്നേരം 4 മണിക്ക് ഷൂട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളി നൈറ്റ് ഷൂട്ട് വേറെ എവിടെയെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ അത്ര തിരക്കിട്ട് ഇപ്പോഴും വർക്ക് ചെയ്യുന്ന ഭയങ്കര തിരക്ക്. എനർജി ബോൾ. ആങ്കർ ആയിരിക്കുമ്പോ ഒക്കെ കാണുന്ന ജഗദീഷ് ചേട്ടൻ തന്നെയാണ് മറ്റേ സെറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ആൾക്കാരെ കയ്യിലെടുക്കുമ്പോ. ഈ ഒരു മൂവി സെറ്റില് രണ്ടുപേരും കുറെ കോംബോ സീൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ നിങ്ങളുടെ ഫേവറേറ്റ് ഒരു സീൻ ഏതായിരുന്നു? ഞങ്ങളുടെ ഫേവറേറ്റ് സീൻസ് ഒക്കെ എന്ന് പറഞ്ഞാൽ സോങ്ങും ചിലപ്പോ കുറച്ച് കോൺട്രവേഴ്ഷ്യൽ ആയി പോകും. ഇല്ല, കോൺട്രവേഴ്സി വേണ്ട. ഞങ്ങൾക്ക് അധികം സോങ്സ് ആണുള്ളത്. ഈ സോങ്സിലെ കട്ട്സ് ആണ് ഞങ്ങളുടെ കോമ്പിനേഷൻസ് അധികം ഉള്ളത്. പിന്നെ ഉള്ളത് ഞങ്ങൾ ഇന്ററാക്ട് ചെയ്യുന്നതൊക്കെ ഫോണിലും അങ്ങനെയൊക്കെയാണ്. ഞങ്ങൾക്ക് ആക്ച്വലി ഞങ്ങളുടെ എല്ലാ സീനുകളും ഭയങ്കര രസമായിരുന്നു. എനിക്കാണെങ്കിലും സൂര്യമ്മ എന്ന് പറഞ്ഞ ക്യാരക്ടർ അഭിനയിച്ച് ലാസ്റ്റ് ആയപ്പം എനിക്ക് ഫീൽ ചെയ്തു ഞാൻ അഭിനയിച്ച് പൊതി തീർന്നില്ല. അശ്വതി നേരത്തെ ഷൂട്ട് കഴിഞ്ഞിരുന്നു. അശ്വതിക്ക് ഞങ്ങൾക്കൊക്കെയാണ് ബാക്കി ഉണ്ടായിരുന്നത്. അപ്പൊ അശ്വതിക്ക് അത് എന്റെ തീർത്തിട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആക്ച്വലി ഞങ്ങൾക്ക് അവിടുന്ന് പരിചയത്തിനൊക്കെ പോകുമ്പോ ഒരു ഫോമോ ആയിരുന്നു എനിക്ക്. അപ്പൊ ചേട്ടന്റെ എല്ലാ മൂവീസിലും നമുക്ക് വണ്ടിയും ചേട്ടനായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? ഇപ്പൊ ഓട്ടോ ഉണ്ട്, ബസ് ഉണ്ട്, സൈക്കിൾ ഉണ്ട് മഹേഷിന്റെ പ്രതികാരത്തില്. അപ്പൊ എന്തെങ്കിലും റിയൽ ലൈഫിൽ ഇതൊക്കെ വണ്ടിയൊക്കെ ഓടിക്കുന്ന വലിയ വലിയ വണ്ടികൾ ഓടിക്കുന്ന ആളാണോ? പിന്നെ ഇപ്പൊ എല്ലാ വണ്ടികളും ഓടിച്ച് ശീലിക്കുന്നുണ്ട് ഞാൻ. ആക്ച്വലി അല്ല, ശരിക്കും ബസ് ഓടിക്കാൻ അറിയായിരുന്നോ അതോ അതിനു വേണ്ടി പഠിച്ചതാണോ? അതിനുവേണ്ടി പഠിച്ച ഒരു ദിവസം ഒന്ന് ഓടിച്ചു നോക്കി. പിന്നെ അതൊരു കൺട്രോൾഡ് സിറ്റുവേഷൻ ആയിരുന്നു. പിന്നെ ഒരു 10-40 ആൾക്കാരുടെ ജീവിതം എടുത്ത് ഞാൻ അമ്മാനെ വാടി. കുറെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ബസ്സില്. ബസ് എടുത്തപ്പോ പേടിയുണ്ടായിരുന്നോ? നമുക്ക് വേറെ ശരിക്കുള്ള ഡ്രൈവർ ഉണ്ടായിരുന്നു. അപ്പൊ ചില ഷോട്ടിൽ രാജേഷേട്ടനെ കാണിക്കേണ്ട. അതെ, പുള്ളി ശരിക്കും ബസ് ഡ്രൈവർ ആയിരുന്നു. ഒരു ചേട്ടനുണ്ടായിരുന്നു. അപ്പൊ പുള്ളിയാണ് മെയിൻലി ഓടിക്കുന്നത്. രാജേഷേട്ടന്റെ ഷോട്ടുകൾ വരുമ്പം ജസ്റ്റ് കൊണ്ടുവന്ന് നിർത്തുന്നത്, എടുക്കുന്നത്, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ എനിക്കറിയാം. അങ്ങനെ വന്നിട്ട് ഇങ്ങനെ നിർത്തുമ്പോ നിർത്താറാകുമ്പോ നമുക്ക് തോന്നും അയ്യോ ഇത് നിർത്തേണ്ട അടുത്ത് നിക്കോ. അതാ ഞാൻ പിന്നെ ബസ് കൊണ്ടുവന്ന് നിർത്തി കഴിഞ്ഞതിന് ശേഷം എന്നോട് മറ്റേ അപ്പാപ്പൻ പറയുന്നുണ്ട് നിന്റെ ഒടുക്കത്തെ നിർത്തലും. അത് ശരിക്കും ഞാൻ അങ്ങനെയാണ് നിർത്തിയത്. ശരിക്കും ഞാൻ പിന്നെ അങ്ങനെ ബ്രേക്ക് ഒക്കെ ചെയ്യുമ്പോ ഒന്ന് ശ്രദ്ധിക്കണം. ബാക്കി പിന്നെ എന്തെങ്കിലും വണ്ടികളൊക്കെ എതിരെയൊക്കെ വരുമ്പോ എനിക്ക് പുച്ഛം തോന്നും. അവര് വേണമെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ എന്നുള്ള രീതിയിലാണ് തോന്നും. ബസ് ഓടിക്കാൻ ഭയങ്കര രസമാണ്. ആക്ച്വലി ഞാൻ ഇതുവരെ ഓടിച്ച വണ്ടികളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബസ് ഓടിക്കാൻ വേണ്ടിട്ട്. ഇപ്പൊ ചേച്ചി പറയുകയാണെങ്കിൽ ഈ മൂവിയിൽ ഒരു സീൻ ഉണ്ട് 90 സ്പീഡിൽ ഓടിക്കുമ്പോഴാണ് എനിക്ക് ചേട്ടനോട് ഇഷ്ടം തോന്നിയെന്നുള്ള രീതിയിൽ. ഇപ്പൊ റിയൽ ലൈഫിൽ അങ്ങനെ ബസ് ഡ്രൈവേഴ്സ് അങ്ങനെ എന്തെങ്കിലും ക്രഷ് ഒക്കെ തോന്നിയിട്ടുണ്ടോ? ഇല്ല, പക്ഷെ ഇങ്ങനെ ചെറുപ്പത്തിലൊക്കെ ഇപ്പം ഇങ്ങനെ ആൾക്കാർ ഒറ്റ കൈ വെച്ചൊക്കെ വണ്ടി ഇങ്ങനെ റിവേഴ്സ് ഒക്കെ എടുക്കത്തില്ല. അപ്പൊ അതൊക്കെ അങ്ങനെ തോന്നിയിട്ടുണ്ട്. ട്രൈ ചെയ്തിട്ടുണ്ടോ? എനിക്കറിയാം അങ്ങനെ ചെയ്യാൻ. ഓക്കെ. സെലിബ്രിറ്റി ക്രഷ് ആരെങ്കിലും? എന്റെ സെലിബ്രിറ്റി ക്രഷ് എനിക്ക് അങ്ങനെ ക്രഷ് തോന്നുന്നത് ഇങ്ങനെ അത്ര അറിയാൻ മേലാത്ത ചില ആൾക്കാരോടൊക്കെയാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ വൈറ്റ് ലോട്ടസ് സെക്കൻഡ് സീസണില് ഒരു ആക്ടർ ഉണ്ട്. പുള്ളിക്ക് ഇച്ചിരി മറ്റേ ഏഷ്യൻ ലുക്കുള്ള, എനിക്ക് ഏഷ്യൻ ലുക്കുള്ള ആൾക്കാരെ ഭയങ്കര ഇഷ്ടമാണ്. എന്തിനാ വെറുതെ പക്ഷെ എനിക്ക് ഭയങ്കര ആരാധനയൊക്കെ ഉണ്ട്. ഇപ്പൊ മെറിൽ സ്ട്രീപ്പ് കുറച്ച് പ്രായമായി അവർക്ക്, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോഴും. എല്ലാവരും പറയും കോമഡി നമുക്ക് ചിരിക്കാൻ പറ്റും, പക്ഷെ അഭിനയിക്കാൻ കുറച്ച് പാടുള്ള ഒരു സംഭവമാണ് കോമഡി. അത് ഈസിയാണ്. കുറെ കേട്ടിട്ടുണ്ട് അങ്ങനെ. ഞാനും കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ആൾക്കാരെ കരയിപ്പിക്കാൻ എളുപ്പമാണ്, ചിരിപ്പിക്കാനാണ് പാട് എന്നൊക്കെ പണ്ട് മുതലേ കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് തിരിച്ചാ തോന്നുന്നു ആക്ച്വലി. മറ്റേത് കുറച്ചുകൂടെ പാടല്ലേ, ഭയങ്കര സട്ടിലായിട്ട് അഭിനയിച്ച് ഓരോ ആൾക്കാരുടെ രീതി അനുസരിച്ചായിരിക്കും തോന്നുന്നത്. ഞങ്ങൾക്ക് ഭയങ്കര കോമഡി കംഫർട്ടബിളാ. ഒരു നാടകം ചെയ്യുന്നുണ്ട് ബൈപാസ്. സെപ്റ്റംബർ 6-7 നമ്മളത് പെർഫോം ചെയ്യുന്നുണ്ട് കൊച്ചിയിലും പിന്നെ ബാംഗ്ലൂരും. അപ്പൊ അതിലും തമാശയാണ്. ഈ ഡ്രാമ തിയേറ്റർ ആക്ടിങ്ങും സിനിമയിലും വരുമ്പോ നല്ല വ്യത്യാസം ഉണ്ടല്ലോ, അതെങ്ങനെയായിരിക്കും?
അത് ഞാനിപ്പോ മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ. എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നുന്നു എനിക്ക് ഇച്ചിരി ലൗഡായിട്ട് ചെയ്യാനാണ് എനിക്ക് എളുപ്പം. അതുകൊണ്ട് തിയേറ്റർ കുറച്ചുകൂടെ കംഫർട്ടബിളാ. സിനിമയിൽ വരുമ്പോ ഞാൻ കുറച്ചുകൂടെ സട്ടിലാക്കേണ്ടി വരാറുണ്ട്. എനിക്ക് എല്ലാ ഡയറക്ടേഴ്സിന്റെ അടുത്തൊന്നും കിട്ടുന്ന ഒരു ഫീഡ്ബാക്കും അതാ, അത്രയും വേണ്ട, കുറച്ച് കുറയ്ക്ക് എന്നുള്ളൊരു സാധനം. പക്ഷെ നമ്മള് കുറെ തിയേറ്റർ ചെയ്ത് കഴിയുമ്പോ ഇംപ്രോവ്സ് ഒക്കെ കുറെ ചെയ്യും. അത് ഡെഫിനറ്റ്ലി നമ്മുടെ റേഞ്ച് ആസ് ആൻ ആക്ടർ നമ്മൾ കുറച്ചുകൂടെ സ്പോണ്ടേനിയസ് ആവാൻ പഠിക്കും. പെട്ടെന്ന് ഇപ്പോൾ ഒരു ഓഡിഷനൊക്കെ പോകുമ്പം അവർ പറയുക ഇതല്ല വേറെ രീതി ചെയ്യാൻ പറയുമ്പം എനിക്കിപ്പോൾ തോന്നുന്നു തിയേറ്റർ ചെയ്യുന്ന കാരണം കൺസിസ്റ്റന്റ്ലി കുറച്ചുകൂടി ബെറ്ററായി ഓഡിഷനൊക്കെ കൊടുക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മളെങ്ങനെ അതിനെ കാണുന്നതനുസരിച്ചിരിക്കും. ഞങ്ങൾക്ക് രണ്ടും ചെയ്യാതിരിക്കാൻ പറ്റില്ല. അങ്ങനെയാണ്. പണ്ട് തൊട്ടേ ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക് ഇന്ന സിനിമയിൽ അഭിനയിക്കണം, അല്ലെങ്കിൽ എനിക്കൊരു നടനാവണം, നടിയാവണം. അങ്ങനെ സിനിമയിലേക്ക് വന്നത് എനിക്ക് പിന്നെ ചെറുപ്പത്തില് സ്റ്റേജ് പെർഫോമൻസുകളൊക്കെ കാണുമ്പോൾ അതിനോട് ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെ നാടകം കുറച്ച് സ്കൂൾ കാലഘട്ടങ്ങളിൽ നാടകങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ഞങ്ങൾക്കൊരു തിയേറ്റർ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ആ തിയേറ്റർ ഗ്രൂപ്പിലൊക്കെ വർക്ക് ചെയ്തു. അങ്ങനെ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ കോളേജിൽ പഠിച്ചു. അപ്പോൾ അപ്പോഴൊക്കെ ആഗ്രഹമുണ്ട്. കോളേജിൽ പഠിക്കുന്നതാണ്. അപ്പോഴാണ് ആദ്യം വിഷ്വൽ മീഡിയ എന്താണെന്നുള്ളതും സിനിമ എന്താണെന്നുള്ളതും ഒക്കെ കുറച്ച് എന്തെങ്കിലും ഒരു ധാരണ വരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ചാനലിലൊക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ഒന്നുകിൽ അവരെന്നെ പുറത്താക്കും, അല്ലെങ്കിൽ ഞാൻ പോകേണ്ടി വരുന്നൊക്കെ തോന്നിക്കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ നിന്നൊക്കെ ഇറങ്ങി. പിന്നെ സിനിമ ആഗ്രഹത്തിന് വേണ്ടി കുറച്ചു കാലം അതിനു വേണ്ടി തന്നെ പണിയെടുക്കാം എന്ന് തീരുമാനിച്ചു. അങ്ങനെ ഗ്രാജുവലി അങ്ങനെ ഇരുന്ന് സിനിമയിലേക്ക് എത്തി. അങ്ങനെയാണ് ഇത് സംഭവിച്ചത്. ആഗ്രഹം ഉണ്ടായിരുന്നു പണ്ട് മുതൽ. അവിടെ പണ്ട് തൊട്ടേ പാഷനേറ്റഡ് ആയിരുന്നു. ഞാൻ ബേസിക്കലി ഡാൻസർ ആയിട്ടാണ് തുടങ്ങിയത്. ചെറുപ്പം തൊട്ടേ ഡാൻസ് പഠിക്കുമായിരുന്നു. അപ്പം യൂത്ത് ഫെസ്റ്റിവലിന് പോകും, കുറെ പ്രൈസ് കിട്ടും. പക്ഷെ എനിക്കിങ്ങനെ സ്റ്റേജിൽ കയറി സംസാരിക്കുമ്പോൾ മുട്ടിടിക്കുന്ന ടൈപ്പ് ഒരു സ്വഭാവം. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു സംസാരിക്കാൻ. ജനറലി പുറത്ത് ഇറങ്ങിയാലും അങ്ങനെ എല്ലാവരോടും അങ്ങനെ സംസാരിക്കത്തൊന്നുമില്ലായിരുന്നു ചെറിയ പ്രായത്തില്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ നാടകങ്ങളൊന്നും സ്കൂളിൽ ചെയ്തിട്ടില്ല. എന്റെ സ്കൂളിൽ അങ്ങനെ നാടകം എന്ന് പറഞ്ഞാല് ബേസിക്കലി മറ്റേ മാതാവും ബേബി ക്രൈസ്റ്റും ഒക്കെ ഉള്ളു. അപ്പൊ അതൊന്നും എനിക്ക് ചെയ്യാൻ താല്പര്യമില്ല. ഞാൻ എന്തായാലും കയറത്തില്ല. ഞാൻ ഗ്രൂപ്പ് ഡാൻസ് ഒക്കെ ആയിട്ട് പോകും. എല്ലാ വർഷവും അത് മാത്രമേ ഉള്ളൂ എന്റെ സ്കൂളിലെ നാടകം. അപ്പൊ അങ്ങനെ ഇരുന്ന് ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല ആക്ച്വലി എനിക്ക് അഭിനയിക്കാൻ കഴിവുണ്ടെന്നോ അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിൽ വരാൻ ഒരു ചാൻസും ഇല്ല. കാരണം എനിക്ക് സംസാരിക്കാൻ അറിഞ്ഞുകൂടാ, എനിക്ക് പേടിയാ. പക്ഷെ അത് കഴിഞ്ഞ് കുറെ ഡാൻസ് ഒക്കെ ചെയ്ത് അങ്ങനെ ഇരിക്കുമ്പോൾ പൂമരം എന്ന് പറഞ്ഞ സിനിമയിൽ അവർക്കൊരു ഡാൻസറിനെ വേണം എന്ന് പറഞ്ഞ് ഓഡിഷൻ കോൾ ഇട്ടപ്പോൾ ഡാൻസർ ആയിട്ടാണ് ഞാൻ അതിൽ പോയത്. അപ്പം എബ്രിഡ് ഷൈൻ സാറാണ് ആക്ച്വലി എന്നോട് അഭിനയിക്കുന്നോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് അഭിനയിക്കാൻ അറിഞ്ഞുകൂടാ. അങ്ങനെ ആ സിനിമയിൽ ആക്ച്വലി ഒരു 8-10 മാസം ഞാൻ ആ സെറ്റിലുണ്ടായിരുന്നു. അപ്പൊ സാറ് ഒത്തിരി ഓരോ ദിവസവും ഓരോ സീൻസ് ഇംപ്രവൈസ് ചെയ്തപ്പോൾ എനിക്ക് ആ പ്രോസസ്സ് ഇഷ്ടമായി. ആക്ച്വലി ഭയങ്കര സിമിലറാണ്. നമ്മൾ എന്ത് ആർട്ട് ചെയ്താലും അതിന്റെ ക്രിയേറ്റീവ് പ്രോസസ്സ് ഭയങ്കര സിമിലർ ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ സാറ് പറഞ്ഞ് ഞാൻ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ടെന്ന് തോന്നിയപ്പോൾ അതൊരു ഇത്രയും കഴിവുള്ള ഒരാൾ പറയുവാണല്ലോ, അപ്പൊ കുഴപ്പമില്ലായിരിക്കും അല്ലേ എന്നുള്ളൊരു കോൺഫിഡൻസ് വന്നു. അപ്പോഴാണ് ഞാൻ ആക്ടിങ്ങിനെ ട്രൈ ചെയ്യാം എന്നുള്ളൊരു ഐഡിയയിൽ ഓഡിഷൻസ് ഒക്കെ കൊടുത്തു തുടങ്ങി. അങ്ങനെ 1-2 പടമൊക്കെ ചെയ്തു. അപ്പോഴും ഞാൻ അതിനെ സീരിയസ് ആയിട്ട് കണ്ടിട്ടില്ല. പിന്നെയാണ് ഞാൻ എനിക്ക് ശരിക്കും നന്നായിട്ട് അത് എൻജോയ് ചെയ്യുന്നുണ്ട്, എനിക്കിത് കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് പെർസ്യൂ ചെയ്യണം എന്നുള്ളൊരു ഇതിലേക്ക് വന്നത്. അപ്പൊ അടുത്തൊരു ക്രൂഷ്യൽ ക്വസ്റ്റ്യൻ ആണ്, എന്തുകൊണ്ട് ഞങ്ങൾ കാണാത്തവര് ധീരൻ സൺ നെക്സ്റ്റിൽ ഒന്ന് കാണണം? ആദ്യത്തെ കാര്യം, ധീരൻ ഒരു നല്ല സിനിമയാണ്. പിന്നെ ധീരൻ ഞങ്ങള് റിലീസായി കഴിഞ്ഞതിന് ശേഷം തിയേറ്ററിലൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ആൾക്കാരൊക്കെ ഭയങ്കര എൻജോയ് ചെയ്ത് കണ്ടിരിക്കുന്ന സിനിമയാണ്. ഈ സിനിമയുടെ ഒരു വലിയ കാസ്റ്റ് പരിപാടികളോ അങ്ങനെ വലിയ താരനിരകളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെയായിരിക്കും തിയേറ്ററുകളിൽ കുറച്ച് ആൾക്കാർക്ക് മിസ്സായിട്ടുണ്ട് ഈ സിനിമ. അപ്പൊ അവര് തീർച്ചയായിട്ടും ഇത് ഫാമിലിയൊക്കെ ആയിട്ടിരുന്നിട്ട് വീട്ടിലിരുന്ന് കാണാൻ പറ്റുന്ന ഒരു നല്ല സിനിമ ആയതുകൊണ്ട് എല്ലാവർക്കും ഉള്ള അവസരം ഇപ്പൊ സൺ നെക്സ്റ്റിലൂടെ അത് കാണാൻ അവസരമുണ്ട്. ഇപ്പൊ എല്ലാവരും കാണണം എന്നാണ് പറയുന്നത്. ഇത് ഡിസർവ് ചെയ്യുന്ന ഒരു ഓഡിയൻസിലേക്ക് മൊത്തമായിട്ട് ഈ സിനിമ എത്തിയെന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല. അപ്പൊ അതിനുള്ള അവസരമാണ് ഇപ്പൊ. ഞങ്ങള് തിയേറ്റർ വിസിറ്റിനൊക്കെ പോകുമ്പോൾ ആൾക്കാർ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഉറപ്പുണ്ട് നിങ്ങളെ വീട്ടിൽ ഇരുന്ന് എല്ലാ പ്രായക്കാരും അപ്പൂപ്പനും അമ്മൂമ്മയും കുട്ടികളും എല്ലാവരും കൂടെ ഇരുന്ന് പടം കണ്ട് ഉറപ്പായിട്ടും എൻജോയ് ചെയ്യാൻ പറ്റും. ഒരു ഫൺ സാറ്റർഡേ ഈവനിങ് പരിപാടിയാക്കാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും. ഒരു ഓണക്കാലം ആഘോഷിക്കുന്ന സിനിമയാണ്. അതെ. അപ്പൊ ധീരൻ ഇതുവരെ കാണാത്തവര് എന്തായാലും സൺ നെക്സ്റ്റിൽ വാച്ച് ചെയ്യാം. താങ്ക് യു.